രീതിയിലുള്ള സംവിധാന ക്രമീകരണവുമാണ് ആ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളാണുള്ളത്. മനോഹരമായ ഇടമാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രേക്ഷകർക്ക് കാണാം, ചില വീടുകളൊക്കെ നിർമ്മിച്ചു വരുന്നതേ ഉള്ളൂ. അത് രണ്ടാം ഘട്ടത്തിൽ കുടിക്കേണ്ട വീടാണ്. ഏകദേശം ഒരു 11 കിലോമീറ്ററിൽ ടൗൺഷിപ്പിലൂടെ നമുക്ക് നടക്കാം. ഇത് നേരത്തെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. ഒരു മനുഷ്യ കടൽ ചുരം കയറി വന്നിരിക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. കേരളം ഒന്നാകെ ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ്. ടി വി പ്രസാദ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടാകുന്ന സമയത്ത് നമ്മളുടെ തത്സമയ സംപ്രേഷണത്തിൽ നിരവധി മനുഷ്യരെ വിളിച്ച് കരഞ്ഞത്, അവരുടെ സഹായം തേടി അഭ്യർത്ഥിച്ചത്, നമ്മൾ അല്പസമയം ഭയന്നു പോയത്, നമുക്ക് വാക്കുകൾ കിട്ടാതെ ഇടറിപ്പോയത്, ഇപ്പോൾ വാക്കുകൾ കിട്ടാതെ ഇടറിയവർ ഒരിടം കിട്ടുന്നതിലുള്ള കണ്ണീരിൽ ഇടറി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ണീരും പുഞ്ചിരിയും കുഴിച്ച് അപൂർവ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. എന്തോരം ആൾക്കാരാണ് ടി വി പ്രസാദ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്നു. ടി വി പ്രസാദ്. അതുതന്നെയാണ് അരുൺ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, റവന്യൂ മന്ത്രി കെ രാജൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ്, അതുപോലെ ഇവിടുത്തെ MLA ടി സിദ്ദിഖ് തുടങ്ങി മന്ത്രിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് അന്ന് ദുരന്തം ഏറ്റുവാങ്ങിയവർ, ജനങ്ങൾ, ഇവിടെ നിന്ന് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് തുടങ്ങി പല ജില്ലകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ആളുകൾ, നിരവധി ആളുകളാണ് ഇവിടേക്ക് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയത്. എല്ലാവരെയും മുഖ്യമന്ത്രി വേദിയിൽ